ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒപ്റ്റിക്സിൻ്റെ ലെൻസ് ഫോർമുല തൊട്ടുള്ള ടോപ്പിക്സാണ്. ഓക്കെ, ലെൻസ് ഫോർമുല എന്താണ്? ദ ലെൻസ് ഫോർമുല ഈസ് ഗിവൺ ബൈ 1/v - 1/u ഈസ് ഈക്വൽ ടു 1/f. അവിടെ നമുക്ക് വിയും യു എന്താണെന്ന് നമുക്കറിയാം. വി ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫോം ഫ്രം ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദ ലെൻസ്. u ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് lens and f is the focal length of the lens. അപ്പോൾ ലെൻസ് ഫോർമുല ഈസ് 1/v - 1/u ഈസ് ഈക്വൽ ടു 1/f. നമ്മൾ മിറർ ഫോർമുല പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ലെൻസ് ഫോർമുല. ലെൻസ് ഫോർമുല ഈസ് 1/v - 1/u ഈസ് ഈക്വൽ ടു 1/f. ഇനി നെക്സ്റ്റ് മാഗ്നിഫിക്കേഷൻ. എന്താണ് മാഗ്നിഫിക്കേഷൻ ഓഫ് ലെൻസ്? The ratio of the height of an image, that is represented by hi, height of the image to the height of the object, that is denoted by ho, is defined as the magnification of the lens. So m is equal to hi by ho. Okay, also we can write m is equal to v by u. v എന്താ നമുക്കറിയാം. സോ magnification is equal to ratio of image distance to the object distance. So magnification രണ്ട് ഇക്വേഷൻ ഉണ്ട്, hi by ho, where hi is the height of the image, ho is the height of the object, and m is the also equation v by u. Okay, v എന്താണ്? v is the image distance, u is the object distance. അതാണ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് പവർ ഓഫ് ലെൻസ്. ഓക്കെ, വാട്ട് ഈസ് പവർ? ദ എബിലിറ്റി ഓഫ് എ ലെൻസ് ടു കൺവേർജ് ഓർ ഡൈവേർജ് ദ റേസ് ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ് ഈസ് കോൾഡ് പവർ ഓഫ് ലെൻസ്. അപ്പോൾ ആ ലെൻസിൻ്റെ എബിലിറ്റിനെ പറയുന്നതാണ് പവർ ഓഫ് എ ലെൻസ്. ഓക്കെ, ദെൻ വൺ റിലേഷൻ ബിറ്റ്വീൻ പവർ ഓഫ് എ ലെൻസ് ആൻഡ് ഫോക്കൽ ലെങ്ത്. So power and focal length of a lens is inversely proportional. So equation is P is equal to 1/f. P is equal to 1/f. ഇനി എന്താണ് പവർ ഓഫ് ലെൻസിൻ്റെ യൂണിറ്റ്? ദ പവർ ഓഫ് ലെൻസ് ഈസ് കാൽക്കുലേറ്റഡ് ഇൻ ഡയോപ്റ്റർ ഇഫ് ദ ഫോക്കൽ ലെങ്ത് ഈസ് ഗിവൺ ഇൻ മീറ്റർ. ഫോക്കൽ ലെങ്ത് നമുക്കറിയാം, പവർ ഈസ് ഈക്വൽ ടു 1/f ആണ്. ഓക്കെ, ഈ എഫ് എന്ന് പറഞ്ഞാൽ മീറ്ററിലായിരിക്കണം. ദെൻ പി ഇൻ ഡയോപ്റ്റർ റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ഡി. ഓക്കെ, നമുക്കറിയാം ഡൈവേർജിങ് ലെൻസും ഉണ്ട്, കൺവേർജിങ് ലെൻസും ഉണ്ട്. ഓക്കെ, കൺവേർജിങ് ലെൻസ് കോൺവെക്സ് ആണ്. അപ്പോൾ ഡൈവേർജിങ് ലെൻസ് ഹാസ് എ നെഗറ്റീവ് ഒപ്റ്റിക്കൽ പവർ വൈൽ എ കൺവേർജിങ് ലെൻസ് ഈസ് എ പോസിറ്റീവ് ഒപ്റ്റിക്കൽ പവർ. ഓക്കെ, ഡൈവേർജിങ് ലെൻസ് ഹാസ് എ നെഗറ്റീവ് optical power while converging lens has a positive optical power. ഇനി കോമ്പിനേഷൻ വരുമ്പോൾ എങ്ങനെയാണ് പവർ കണ്ടുപിടിക്കേണ്ടതെന്ന്? ഓക്കെ, ദ പവർ ഓഫ് ലെൻസ് കോമ്പിനേഷൻ ഈസ് ദ ഓൾജിബ്രൈക് സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ ലെൻസസ്. ഇപ്പോൾ രണ്ട് ലെൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കമ്പൈൻഡ് പവർ ഈസ് ഈക്വൽ ടു എന്താണ്? P1 + P2. ഇനി കുറേ മോർ ദാൻ 2 ലെൻസ് ഉണ്ടെങ്കിൽ that is represented by P is equal to P1 + P2 + P3 etc. Okay, so combined power of a lens is written as P is equal to P1 + P2. Okay, ഇനി മാഗ്നിഫിക്കേഷൻ ബൈ കോമ്പിനേഷൻ ഓഫ് ലെൻസ്. ഓവറോൾ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു M1 ഇൻറ്റു, മാഗ്നിഫിക്കേഷൻ വരുമ്പോൾ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യണം, M1 ഇൻറ്റു M2 ഇൻറ്റു എത്ര ലെൻസ് ഉണ്ടോ അത്ര. ഇപ്പോൾ 3 ആണെങ്കിൽ M1 ഇൻറ്റു M2 ഇൻറ്റു M3. ഓക്കെ, സോ മാഗ്നിഫിക്കേഷൻ ഓഫ് കോമ്പിനേഷൻ ഓഫ് ലെൻസ് ഈസ് ഗിവൺ ബൈ M is equal to M1 ഇൻറ്റു M2 ഇൻറ്റു M3. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ബൈ കോമ്പിനേഷൻ ഓഫ് ലെൻസ് M is equal to M1 ഇൻറ്റു M2 ഇൻറ്റു M3. Okay, next topic is refraction of light through a glass prism. Okay, so what is glass prism? A glass prism has 3 rectangular
lateral surface and two triangular bases and inclined at an angle. ഓക്കെ, അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രിസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ മാത്സിലൊക്കെ. ഓക്കെ, ആ പ്രിസത്തിൻ്റെ ആംഗിളിന് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് പ്രിസം. ഓക്കെ, ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറഞ്ഞാൽ ആംഗിൾ ഡി ആണ്. ഇവിടെ നോക്കി, ഇതാണ്. ഈ റെക്ടാങ്കുലർ പ്രിസത്തിൽ എൻ്റർ ചെയ്യുന്ന റേ ആണ് ഇത്, ദിസ് വൺ. ഓക്കെ, സോ ഹൗ ദ ഡിഫ്രാക്ഷൻ അപ്പം ഇവിടെ കുറേ റേസ് ഉണ്ട്. ഏതൊക്കെയാണ് റേസ് നോക്കാം. ജെ പി ഈസ് ദ ഇൻസിഡൻറ്റ് റേ. ഓക്കെ, പി ഒ എവിടെയാണ് പി ഒ? ഇവിടെ തട്ടിയിട്ട് ഇങ്ങോട്ട് റിഫ്രാക്റ്റ് ചെയ്യും. ഓക്കെ, സോ പി ഒ ഈസ് ദ റിഫ്രാക്റ്റർ റേ. ON is the emerging ray. ON. This is the emerging ray. D is the angle of prism. Angle I is the angle of incidence. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെച്ചാൽ നോർമലും ആയിട്ടുള്ള ആംഗിളാണ്. R is the angle of refraction. ഓക്കെ, ഫിഗർ കാണിച്ചിരിക്കുന്നത് നോക്കുക. ആംഗിൾ എ ഇ ഈസ് ദ ആംഗിൾ ഓഫ് എമർജൻസ്. എഫ് ഈസ് ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഓക്കെ, അപ്പം ഒരു പ്രിസത്തിലെ ഡിഫറെൻറ്റ് റേസും ഡിഫറെൻറ്റ് ആംഗിൾസുമാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, according to Snell's law, when traveling from a rarer medium to denser medium, light bends towards the normal and bend away from the normal when traveling from denser medium to rarer medium. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ ഗ്ലാസും എയറും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗ്ലാസ് ഈസ് ഡെൻസർ ദാൻ എയർ ആൻഡ് ദെയർഫോർ വെൻ ദ ലൈറ്റ് റേ ഫോൾസ് ഓൺ ദ സർഫസ് ഓഫ് പ്രിസം ദ റേ ലൈറ്റ് ബെൻഡ് ടുവാർഡ്സ് ദ നോർമൽ. അല്ലേ, ഡെൻസറിൽ നിന്ന് റെയറിൽ നിന്ന് ഡെൻസർ ആയതുകൊണ്ട്. ഓക്കെ, hence according to the figure when the ray JP falls on the surface of prism it bend towards the normal JP. ഓക്കെ, നമുക്കറിയാം എയറും ഗ്ലാസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എയർ ഈസ് റെയറർ മീഡിയം, ഗ്ലാസ് ഈസ് ഡെൻസർ മീഡിയം. ഓക്കെ, അതുകൊണ്ട് ദ റേ ബെൻഡ് ടുവാർഡ്സ് ദ നോർമൽ, നമ്മളത് പഠിച്ചിരിക്കുന്നതാണ്. ഓക്കെ, ദ എമർജൻറ്റ് റേ ഓൺ വൈൽ മൂവിങ് ഫ്രം ഗ്ലാസ് ടു എയർ ഇറ്റ് ബെൻഡ് എവേ ഫ്രം ദ, അതായത് പുറത്തേക്ക് പോകുന്നത് ഒരു അകത്തോടെ വന്നിരിക്കുന്ന റേ പിന്നെ ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട് പോകുമ്പോൾ എന്താണ്, ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ, ആംഗിൾ XFN gives the degree at which emergent ray has deviated from the incident ray. The angle of deviation is minimum when the angle of incidence is equal to angle of emergence. Okay, so in the diagram angle JPG equal to angle YPN and angle XFN is the angle of deviation. Angle XFN, this is the angle of deviation. Okay, which is minimum. In this case refractor ray PO is parallel to side EF. PF എവിടെ? ഇതാണ് PF is equal parallel to side EF. അതിന് പാരലായിട്ടായിരിക്കും അറേ പോകുന്നതെന്ന്. ഓക്കെ, ഇനി ഗ്ലാസ് പ്രിസത്തിൽ നടക്കുന്ന ഡിസ്പേഷനാണ്. ഡിസ്പേഷൻ ഓഫ് ലൈറ്റ് ഹാപ്പൻസ് വെയർ ഇറ്റ് സ്പ്ലിറ്റ് ഇൻ ടു 7 കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളർ. പ്രിസത്തിൽ കൂടെ നമുക്ക് നോക്കുക 7 കളേഴ്സ് കാണാം. ഓക്കെ, വൈറ്റ് ലൈറ്റ് 7 ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് ഡിഗ്രി ഓഫ് ഡീവിയേഷൻ ആൻഡ് ഹെൻസ് പുട്ട് ത്രൂ റിഫ്രാക്ഷൻ വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ഇൻ ടു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സ്. ഓക്കെ, ഡിസ്പേഷൻ നടക്കുമ്പോൾ വൈറ്റ് ലൈറ്റ് ഡിഫറെൻറ്റ് കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഗ്ലാസ് പ്രിസത്തിൽ ഡിഫറെൻറ്റ് റേസ് എന്താണെന്ന് പഠിക്കുക, ഡിഫറെൻറ്റ് സൈഡ് ആംഗിൾസ് പഠിക്കുക. പിന്നെ ഇവിടെ നടക്കുന്ന ഡിസ്പേഷനാണ്. ഇവിടെ നമുക്ക് വൈറ്റ് കളറ് ലൈറ്റ് വന്ന് ഫോളോ ചെയ്യുമ്പോൾ പ്രിസത്തിൽ കൂടെ ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സ് നമുക്ക് ലഭിക്കും. ഓക്കെ, ഇതാണ് മെയിനായിട്ടുള്ള റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ എ ഗ്ലാസ് പ്രിസം. അപ്പം ഗ്ലാസ് പ്രിസത്തിൻ്റെ ആംഗിളിന് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് പ്രിസം, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡി. ഓക്കെ, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡി, ആംഗിൾ ഡി. ഇനി നമ്മൾ പഠിച്ചു ഗ്ലാസ് ഡെൻസറാണ് കമ്പയർഡ് ടു എയർ, അപ്പോൾ അവിടെ ഡീവിയേഷൻ നടക്കും.
ആംഗിൾ ഓഫ് ഡീവിയേഷൻ്റെ കേസൊക്കെ നമ്മളിവിടെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ MCQs നോക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.